2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ പുതുവർഷത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി 12 രാശികളിൽ ആദ്യത്തെ രാശിയിലാണ് വരുന്നത്. ചൊവ്വാക്ഷേത്രം ദശാനാഥൻ കേതുവാണ്. ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് എന്ന് തന്നെ പറയാം. വർഷാരംഭത്തിൽ വ്യാഴം 3-ലും ജൂൺ മാസത്തോടെ ഗുരു 4-ലേക്കും എത്തുകയാണ്. ശനി 12-ലും രാഹു 11-ലും കേതു 5-ലുമാണ്. ഗോചരവശാൽ കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന 4 ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമായും വാർഷിക ഫലം കണക്കാക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 7.5 ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ്. എങ്കിലും 2025-നെ അപേക്ഷിച്ച് ഗുണം കൂടുതലുള്ള കാലമാണ് 2026 എന്ന് തന്നെ പറയാം. പ്രധാനമായും ജൂൺ മാസം മുതൽ വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വരുന്നതോടെ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവുന്നതാണ്. ഉദ്യോഗത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ വർഷത്തിലെ 2-ാം പകുതിയോടെ അതിനൊക്കെ ഒരു മാറ്റം കാണുന്നതാണ്. സ്ഥലമാറ്റമുണ്ടെങ്കിൽ തന്നെ ആഗ്രഹിച്ച ദിക്കിലേക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്കും പ്രതിച്ഛായ നഷ്ടത്തിനും സഹപ്രവർത്തകരുമായിട്ടുണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ ഈ വർഷം മാറിക്കിട്ടുന്നതാണ്. സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഉടലെടുക്കുന്നതാണ്. പുതിയ ജോലി ലഭിക്കുവാനും ഉള്ള ജോലിയിൽ ധനവർദ്ധനവ് ഉണ്ടാകുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ 2026 സാധ്യത കാണുന്നുണ്ട്. പ്രധാനമായും 2026 ജൂൺ മാസം മുതലാണ് ഇവർക്ക് ഗുണം ഏറെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അപ്പോഴേക്കും മാറിക്കിട്ടുന്നതാണ്. 7.5 ശനിയുടെ കാലമായതുകൊണ്ട് തന്നെ കാര്യതടസ്സവും കഠിനാധ്വാനവും ഒക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്രയും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകുവാൻ 2026 സാധ്യതയില്ല. വായ്പ ലഭിക്കുവാനും ധനാഗമനം ഉണ്ടാകുവാനും കഠിനാധ്വാനം ചെയ്താൽ അതിന് ഫലം ലഭിക്കുവാനും ഒക്കെ ഈ വർഷം സാധ്യതയുണ്ട്. പ്രതീക്ഷക്കൊത്ത് വിജയം നേടുവാനാവും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. ശനിയും കേതുവും അനിഷ്ടസ്ഥാനത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ കാര്യവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആരുടെയെങ്കിലും അഭിപ്രായം കേട്ട് ഒരു കാര്യത്തിലും എടുത്തു ചാടി ധനം ചിലവഴിക്കരുത്. കൂടുതൽ പരിചയമില്ലാത്തതായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പണം ചിലവഴിക്കുവാനോ ഇൻവെസ്റ്റ് ചെയ്യുവാനോ പാടില്ല. ഇപ്പോഴുള്ള ജോലി വേണ്ടെന്ന് വെക്കുവാനും പാടില്ല. പുതിയ ജോലി തേടിപ്പോകുന്നത് അത്ര ഗുണകരമല്ല, പ്രത്യേകിച്ചും ജൂൺ വരെയെങ്കിലും. സഹോദരന്മാരോ സഹോദര സ്ഥാനത്തുള്ളവരോ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ രമ്യതക്കുറവോ ഉണ്ടെങ്കിൽ അവയൊക്കെ തീർന്നു കിട്ടുന്ന ഒരു വർഷമാണ് 2026. സംയമനം പാലിച്ച് മുന്നോട്ട് പോകേണ്ടതും ക്ഷമയോടുകൂടി പെരുമാറേണ്ടതും ആവശ്യമാണ്. വ്യാഴം അനുകൂല സ്ഥിതിയിലെത്തുമ്പോൾ ഇവയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ആരോഗ്യ പ്രശ്നമുള്ളവർ ട്രീറ്റ്മെൻറ്റ് മുടക്കാതിരിക്കുക. പ്രായമായവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകടമുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. പാഴ്ചിലവും ധനനഷ്ടവും ഉണ്ടാകുവാൻ ഈ വർഷം സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാനേട്ടവും ഉന്നത വിദ്യാഭ്യാസ യോഗവും ഉണ്ടാകുന്ന വർഷമാണ് 2026. വിദേശത്തേക്ക് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാവുന്നതാണ്. ഉത്സാഹക്കുറവും അലസതയും ഒക്കെ ചിലപ്പോൾ കണ്ടെന്നു വരാം. എങ്കിലും പ്രയത്നത്തിന് ഫലം ലഭിക്കുന്ന വർഷമാണ്. വീടും സ്ഥലവും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കോ വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ അത് നടന്നു കിട്ടുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന വീട് പണി പുനരാരംഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. 2026 2-ാം പകുതിയോടെ ഇവക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. 7.5 ശനിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് പല നല്ല കാര്യങ്ങൾക്കും പ്രതികൂലമായ അവസ്ഥ വന്നു ചേരുമെങ്കിലും ജൂൺ മാസം മുതൽ അനുകൂല ഭാവത്തിലേക്ക് വരുന്നതാണ്.
രാഹു ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ ഇടയുണ്ട്. വിവാഹങ്ങൾ നടന്നു കിട്ടുവാനും ജീവിത പങ്കാളിയുമായി കൂടുതൽ രമ്യതയിൽ മുന്നോട്ടു പോകുവാനും കുടുംബ സൗഖ്യം ഉണ്ടാകുവാനും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും ഒക്കെ സാധ്യതയുള്ള വർഷമാണ് 2026. ഗോചരത്തിൽ പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ജാതകവശാൽ അനുകൂല ഭാവത്തിലാണെങ്കിൽ ഈ സമയത്ത് വളരെ നല്ല ഗുണാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ 2026 ഒരു മാറ്റം കിട്ടുന്നതും ഗുണാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നതുമാണ്, പ്രത്യേകിച്ച് രണ്ടാം പാതിയോടുകൂടി. എങ്കിലും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും നടത്തുന്നതും ഗണപതി ഭഗവാനെ വണങ്ങുന്നതും ശാസ്താവിന് നീരാഞ്ജനം എള്ളുതിരി വഴിപാട് നടത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നതിനും ദോഷഫലങ്ങൾ മാറിക്കിട്ടുന്നതിനും സാധിക്കുന്നതാണ്.